വടകര ആശ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് അംഗങ്ങൾക്കായി അടിയന്തര ജീവൻ രക്ഷാ മാർഗങ്ങൾക്കായുള്ള പരിശീലനം നടന്നു. 100ഓളം ആളുകൾ പങ്കെടുത്ത പരിപാടി ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി രാജൻ ഉദ്ഘാടനം ചെയ്തു. വടകര ആശ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് അംഗങ്ങൾക്കായുള്ള അടിയന്തര ജീവൻ രക്ഷാ മാർഗങ്ങളായ ബേസിക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, പീഡിയാട്രിക് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നിവയുടെ പരിശീലനം നടന്നു. വടകരയിലുള്ള ഡോക്ടർമാരുടെ പരിശീലനത്തിൽ 100ഓളം ആളുകൾ പങ്കെടുത്ത പരിപാടി ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി രാജൻ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ഇത്തരം അപകടങ്ങൾ വരുന്നത് ആശുപത്രിക്ക് പുറത്താണ്. അപ്പൊ പുറത്തങ്ങനെ സംഭവിക്കുന്ന ഒരു സമയത്ത് നമ്മളെ പോലെയുള്ള ഒരാൾ, ഇതിന്റെ ഒരു പരിചിതപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും. കുറച്ച് ദിവസം മുമ്പേ, 2-3 മാസം മുമ്പേ ചാനലുകളിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും വന്നൊരു ന്യൂസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മുടെ ചൊക്ലി രാമവിലാസം സ്കൂളിനടുത്ത് ഒരു വൈകുന്നേരം സ്കൂൾ വിട്ട അവസരത്തിൽ കുറെ കുട്ടികൾ ഇങ്ങനെ ബസ് കാത്തു നിൽക്കുന്നുണ്ട് അവരുടെ വീടുകളിലേക്ക് പോകാൻ. ആ ബസ് കാത്തു നിൽക്കുന്ന അവസരത്തിൽ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങിയ ആൾക്കൂട്ടത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വീഴുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾ, ഒരുപാട് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ കുട്ടികളിൽ 2 കുട്ടികൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ, ഞാനൊരു മതവിഭാഗത്തിനെ പറ്റി പറയുന്നതല്ല, വിശിഷ്യ മുസ്ലിം കുട്ടികൾ. ഈ കുട്ടികൾ, ഈ 2 പേരും കൂടി ഉടനെ ഈ വീണ സ്ത്രീയുടെ അടുത്തെത്തുകയും അവർക്കിത് ഹൃദയസ്തംഭനം കൊണ്ട് വീണതാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുകയും ഉടനെ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യുകയും, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ സ്ത്രീക്ക് പെട്ടെന്ന് ബോധം വരികയും ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടുകയും ചെയ്ത പശ്ചാത്തലം മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, എന്തുകൊണ്ട് അവർക്ക് അത് സാധിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന ജീവൻ രക്ഷാ പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ അറിവ് റെഡ് ക്രോസിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അറിവ് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിലാണ് അവർക്ക് അത് ചെയ്യാൻ പറ്റിയത്. ഒരു പാരാമെഡിക്കൽ ജീവനക്കാരല്ലോ, ഉയർന്ന വിദ്യാഭ്യാസം അവർക്കില്ലല്ലോ, ചെറിയ മക്കളല്ലേ. ആ മക്കൾക്ക് അത് ചെയ്യാമെങ്കിൽ നമ്മളെ പോലെയുള്ള കുറച്ചുകൂടി ഉയർന്ന പ്രായം കൊണ്ടും സാമൂഹ്യമായുള്ള ഉയർച്ച കൊണ്ടൊക്കെ ഉയർന്ന നമ്മൾക്ക് ഇത്തരം രംഗങ്ങളിൽ വളരെ സജീവമായി ഇടപെടാനുണ്ട്. അതിനാകെ ക്വാളിഫിക്കേഷൻ നമ്മുടെ ആത്മധൈര്യവും സഹജീവി സ്നേഹവും. അതിൽ പാരാമെഡിക്കൽ ജീവനക്കാരാവണമെന്നില്ല, MBBS ആവണമെന്നില്ല, വേറെ വിദ്യാഭ്യാസം വേണമെന്നില്ല. അതിൽ ഏജ് നോ ബാറാണ്. നിങ്ങൾക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു ആത്മബലവും ഒരു സഹജീവി സ്നേഹവും രക്ഷപ്പെടുത്താം. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുത്തുന്നത് നമുക്ക് ഇതിന്റെ പാഠം വേണ്ടേ, നമുക്ക് ഇതിന്റെ ഒരു ചെറിയ അറിവ് വേണ്ടേ. ആ അറിവ് സിദ്ധിക്കാനുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ. ഞാനൊരു തലകറങ്ങി വീഴുന്നതും സൂചിപ്പിച്ചെന്ന് മാത്രമല്ല, അതുപോലുള്ള അനുബന്ധമായ പല രംഗങ്ങളും ആ ഒരു അറിവുണ്ടാക്കുക എന്നതാണ് ഈ ഒരു ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശ ഹോസ്പിറ്റൽ പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അജ്മൽ കെ അധ്യക്ഷത വഹിച്ച പരിശീലന പരിപാടിയിൽ ആശ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് TP പങ്കെടുത്തു. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഇന്ന് നമുക്കൊരു ട്രെയിൻഡ് ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അതിൽ പ്രത്യേകിച്ച് നേഴ്സിംഗ് സ്റ്റാഫുകൾ, അത് നമുക്ക് ലഭ്യമല്ല എന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ അല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ ജോലിയൊക്കെ എപ്പോഴും അറിയുന്നതാണ്, നമുക്ക് നല്ല ക്വാളിഫൈഡ് ആളുകൾ, നല്ല ട്രെയിൻഡ് ആളുകൾ, അവർ 1-2 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ടാവും. അവർ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നതിനൊക്കെ വളരെ ഉയർന്ന സാലറിയിൽ അവർ പോകും. അപ്പൊ നമുക്ക് ശരിക്കും അവരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയാൽ മാത്രമേ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നമ്മളിപ്പോ അഭിമുഖീകരിക്കുന്ന ശരിക്കും ഒരു വലിയൊരു പ്രശ്നമാണ്. നമുക്ക് ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അധികം കിട്ടാതിരിക്കുക എന്നുള്ളത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ വിദേശത്ത് വളരെ കൂടിയ സാലറി കൊടുക്കും, അതിന്റെ 10-1 പോലും ഇല്ലാത്ത സാലറി കൊടുത്താൽ നമുക്ക് ഒരിക്കലും അവരോട് പിടിച്ചു നിർത്താൻ പറ്റുകയില്ല. M. അസൈനാർ സ്വാഗതവും എമർജൻസി വിഭാഗം ഇൻചാർജ് ഷഹബാസ് PC നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല. അതെ, മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 100% ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ BVoc MLT, RIT, CSSD, നഴ്സിംഗ് കെയർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BVoc നഴ്സിംഗ് കെയർ, DMLT, DRIT,
ഫാർമസി അസിസ്റ്റന്റ്, ഇന്റർനാഷണൽ മോണ്ടിസറി TTC, മെഡിക്കൽ കോഡിംഗ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ. ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം. ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.